Hello, good morning. Good morning, teacher. Yes, good morning. ഇത്രയായിട്ട് ആയോ പിള്ളേരൊക്കെ? ഓരോ ആഴ്ച കഴിയുമ്പോ ആളുകളുടെ സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരികയാണല്ലോ. എന്ത് പറ്റി? ക്ലാസ്സസ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സസ് സ്റ്റഡി ലീവ് ഒക്കെ തരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് സ്റ്റഡി ലീവ് എടുത്താൽ പിള്ളേരൊക്കെ വളരെ കുറവാണല്ലോ പിള്ളേര് കയറുന്നത്. ഓരോ ആഴ്ച വരുമ്പോ കഴിഞ്ഞു വരുമ്പോ കുറഞ്ഞു വരണ പോലെ തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചത്. നമ്മൾ സ്വന്തമായിട്ട് എന്തായാലും നമ്മൾ സ്റ്റഡി ലീവ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഉള്ള ഭാഗം എന്തായാലും 2 ക്ലാസ് കിട്ടിയാലേ നമുക്ക് തീരുള്ളൂ. സോ ഇന്നും നാളെ ആയിട്ട് ഞാൻ എന്റെ പോർഷൻ തീർക്കാണ്. ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ആണോ? വായിച്ചൊക്കെ ഒറ്റ പേജേ നമ്മൾ എടുത്തുള്ളൂ. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ അവസാനിപ്പിച്ചിട്ട് അടുത്ത ചാപ്റ്റർ നമ്മൾ തുടങ്ങിയതാണ്. അപ്പൊ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തു തുടങ്ങി. അതിന്റെ ഒരു പേജ് നമ്മൾ എടുത്തിരുന്നു. എന്താണ് ഓഡിറ്റ്? ഇതിന്റെ ആകെ തുക ഒന്ന് നോക്കിയാൽ മതി. ഒരു സമറൈസേഷൻ ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മൾ സാധാരണ കണക്കുകൾ എന്ന് പറയുന്നത്, കണക്കുകളെ ഓഡിറ്റ് ചെയ്യുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ അല്ലെ. അതായത് നമ്മൾ ഓഡിറ്റ് എന്ന വേർഡ് തന്നെ അങ്ങനെ ആയിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് ആ ഒരു വേർഡ് സൂചിപ്പിക്കുന്നത് കണക്കുകൾ നോക്കുക, കണക്കുകളുടെ കൃത്യത, അതിന്റെ പ്രിസിഷൻ, അതുപോലെ തന്നെ അതിന്റെ അക്യുറസി ഒക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഹോസ്പിറ്റൽസില് എന്ത് ഓഡിറ്റിംഗ് ആണ്? അവിടെ നമുക്കറിയാം ഹോസ്പിറ്റൽസില് കണക്കുകൾ മാത്രമല്ല, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ടുകളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളെ മാത്രം ഓഡിറ്റിംഗ് ചെയ്യലല്ല ഇവിടെ എന്താ പറയാ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന അത്തരം ഓർഗനൈസേഷനിൽ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ചെയ്യേണ്ടത്. അവിടെ ഒത്തിരി കാര്യങ്ങൾ എന്താ പറയാ അസസ് ചെയ്യാനുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അസസ്മെന്റും ഇവാലുവേഷനും ഒക്കെ ചെയ്യുന്നതെല്ലാം ഏതിൽ വരും? ഓഡിറ്റിംഗിൽ വരും അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വട്ടവർ ഡാറ്റാസ് ആർ കളക്റ്റഡ്, ഒരു പേഷ്യൻസിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ അവിടെ ഒരുപാട് എക്യുപ്മെന്റുകൾ ഉണ്ട്, മെഡിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്, ഒരുപാട് മെഷീൻസ് ഉണ്ട്, മെഷീനറീസ് ഉണ്ട്, ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കൊടുക്കുന്ന പേഷ്യന്റ് കെയറിംഗ് ഉണ്ട്, അവരുടെ സർവീസ് ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും. ഇവിടെ എല്ലായിടത്തും ഒരുപോലെ എല്ലാം കൃത്യമായിട്ടൊക്കെ നടക്കുന്നുണ്ടോ, അവിടത്തേക്ക് അക്യുറസി ഒക്കെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതെല്ലാം തന്നെ നോക്കുക, അസസ് ചെയ്യുക. എവിടെയെങ്കിലൊക്കെ പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആകാം, എവിടെയെങ്കിലൊക്കെ പോരായ്മകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ഇവാലുവേഷൻസ് അല്ലെങ്കിൽ അസസ്മെന്റുകൾ നടത്തുമ്പോൾ മാത്രമാണ്. അല്ലാതെ നമുക്ക് എന്താ പറയാ എവിടെയെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്ത് നിന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യലല്ല കാര്യം. അപ്പൊ ഇതെല്ലാം അസസ് ചെയ്യണം, വിലയിരുത്തണം. ഹൗ മച്ച് ഡിഗ്രി ഓഫ് അക്യുറസി ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എത്രത്തോളം ഡിഗ്രി ഓഫ് അക്യുറസി അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യത പാലിക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ അസസ് ചെയ്യണം. സോ ഇങ്ങനെ അസസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തിന്റെങ്കിലും ബേസിസ് ആയിരിക്കണ്ടേ നമ്മൾ അസസ് ചെയ്യേണ്ടത്? സോ ദർ ഷുഡ് ബി എ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ്ഡ്. ഓരോന്നിനും ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. അവരതിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും എത്തുന്നുണ്ടോ? ഇത്ര ക്വാളിറ്റി കെയർ സർവീസസ് ആണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒ പി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ കൃത്യമായി ലഭ്യമാകുന്നുണ്ടോ? യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസും അവർക്ക് വരാതെ
എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ മേഖലകളെയും ഒരു എന്താ പറയാ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഇതുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ഓഡിറ്റിംഗ് അത് കണക്കുകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നടത്തുക. ബിക്കോസ് അവിടെ കണക്കുകളെല്ലാം കൃത്യത പരിശോധിക്കുക, അതിന്റെയൊക്കെ കൃത്യത പരിശോധിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഫോൾട്ടുകൾ മറ്റൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ്. അപ്പൊ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഓർഗനൈസേഷൻസിൽ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് റിഗാർഡിംഗ് ദ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി വിത്ത് ദ ഗിവൺ റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയാ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങൾ ഉപയോഗിച്ച് എല്ലാ മേഖലകളെയും, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഏത് യൂണിറ്റുകളായിക്കോട്ടെ അവിടത്തേക്ക് എഫക്റ്റീവ്നെസ്സും അതുപോലെ എഫിഷ്യൻസിയും ക്വാളിറ്റിയും ഒക്കെ അസസ് ചെയ്യുക, ക്രിട്ടിക്കലായിട്ട് അസസ് ചെയ്യുക എന്നുള്ളതാണ്. വിലയിരുത്തുമ്പോൾ അതെങ്ങനെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തേണ്ടി വരും. അതെന്തുകൊണ്ട്? ചിലപ്പോ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോരായ്മകൾ കണ്ടു, അപ്പൊ നമുക്കത് കാണിക്കാനായിട്ട് പറ്റണം. അപ്പോഴാണ് കൃത്യതയിലേക്ക് എല്ലാവരും എത്തുള്ളൂ. എന്തെങ്കിലും തെറ്റുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തിയിട്ടില്ല, നമ്മളത് അങ്ങനെ ലീവ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ദേ വിൽ നോട്ട് മേക്ക് ഇൻ ഇംപ്രൂവ്മെന്റ്. തീർച്ചയായിട്ടും അത്തരം ഭാഗങ്ങളിൽ അത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ അവർ യാതൊരു തരത്തിലുള്ള ഇംപ്രൂവ്മെന്റും കൊണ്ടുവരാൻ പോകുന്നില്ല. ബിക്കോസ് അസസ് ചെയ്ത് പോയി, എല്ലാം കൃത്യമാണ് എന്നാണ് അവരുടെ ധാരണ. അപ്പൊ അങ്ങനെ പാടില്ല. ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസസ്മെന്റുകൾ നടത്തുക, അതൊരു ക്രിട്ടിക്കൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറിൽ അത്തരം ഇഫക്റ്റീവ്നെസ്സും ക്വാളിറ്റിയും ഒക്കെ പരിശോധിക്കലാണ് ഓഡിറ്റിംഗ് എന്നാണ് ഇതിന്റെ ഒറ്റ സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അല്ലാതെ നിങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ടുകൾ മാത്രം ഓഡിറ്റിംഗ് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യരുത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ഓഡിറ്റിങ്ങിനെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ ഈ ഒരു പേജ് പറഞ്ഞു കഴിഞ്ഞതാണ് എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്? ഒന്നാമത്തേത് ഓഡിറ്റിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റ്. കാരണം ഇത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. എത്രത്തോളം നിങ്ങൾക്കത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. നമ്മൾ പറയുന്നത് കൂടാതെ നന്നായിട്ടൊന്ന് വായിച്ചു കൂടി നോക്കണം. അതുകൊണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടെ. ഫസ്റ്റ് സെന്റൻസ് ഡെഫിനിഷൻ ആണ്: സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദ പ്ലാനിംഗ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസസ് വിത്ത് റിഗാർഡ് ടു ആ ഒരു സെന്റൻസ് കേട്ടാ, വിത്ത് റിഗാർഡ് ടു എഫിഷ്യൻസി, effectiveness, quality within given resources. തന്നിരിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഉള്ള എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും ക്വാളിറ്റി ഒക്കെ എന്താ പറയാ അതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെയൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസസ്മെന്റുകൾ നടത്തുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ. ഒന്നാമത്തെ സെന്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി രണ്ടാമത് മാർക്ക് ചെയ്യേണ്ടത് ഓഡിറ്റ് ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ പ്രോസസ്സിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഹെൽത്ത് പ്രൊഫഷണൽ. ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്, ആരോഗ്യമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിദഗ്ധരാണ് ഈ പറയുന്ന ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ടു എസ്റ്റിമേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് റിഫൈൻ കെയർ ഓഫ് പേഷ്യൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. എത്രത്തോളം എന്താ പറയാ പേഷ്യൻസിന് അവർ കൊടുക്കുന്ന ക്വാളിറ്റി കെയർ, എത്ര ശുദ്ധമായ കെയറിംഗ് ആണ് അവരത് കൊടുക്കുന്നത് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് റിഫൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ അതൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആര് ചെയ്യും? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് ഹെൽത്ത് കെയറിനകത്ത് വിളിക്കുക. ആ ഒരു സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓഡിറ്റ് എന്ന് പറയുന്നതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാമോ? ചെയ്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോ ചില എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം. അതുപോലെ തന്നെ വൈ ഓഡിറ്റ്, ഓഡിറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ആ പോയിന്റുകൾ നമ്മൾ പറഞ്ഞതാണ്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ടിക്കിട്ടാ മതി. അത് ചിലപ്പോൾ 2-3 പോയിന്റ് തരും. എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത്, താഴെ പറയുന്നതിൽ ഏതൊക്കെ കാരണങ്ങളാണ് ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ് താഴെ പറയുന്നതിൽ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം തരാം. അപ്പൊ അത്രയും കിടക്കുന്നുണ്ട്. അപ്പൊ 8-9 കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് 2, 3, 4 ഒക്കെ തരും. ചിലപ്പോൾ അതിൽ പെടാത്ത സാധനമൊക്കെ വരും. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്താനായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇന്റേണൽ ഓഡിറ്റിന്റെ ഫസ്റ്റ് സെന്റൻസും അതുപോലെ തന്നെ മാർക്ക് ചെയ്യാട്ടോ, ആഡക്വേറ്റ് വരെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. അതായത് എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഡിപെൻഡ് ചെയ്യാതെയുള്ള ഒരു ഇവാലുവേഷൻ ആണ്. ഇതിനു വേണ്ടി ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. അത് നമ്മുടെ സംരംഭങ്ങൾക്ക് ഉറപ്പ് നൽകലാണ്.
എന്തിനു വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ് ആർ ആഡക്വേറ്റ്. ആവശ്യത്തിന് ഉള്ള കൺട്രോളിങ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കൺട്രോളിങ്, ഓപ്പറേഷണൽ ആയിട്ടുള്ള അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കൺട്രോൾസും ഗ്യാരണ്ടി ചെയ്യുന്ന, അതിന് ആവശ്യത്തിനുള്ള എന്താ പറയാ ഇതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ഇവാലുവേഷൻ, അതാണ് ഇന്റേണൽ ഓഡിറ്റ്. വിതിൻ ദ ഓർഗനൈസേഷൻ ആണ്, ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ആണ് ഇന്റേണൽ ഓഡിറ്റ്. ആർ ആഡക്വേറ്റ് എന്ന് പറയുന്നത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആൻ ഇന്റേണൽ ഓഡിറ്റ് is an independent evaluation to provide a guarantee to the organization that its financial and operational controls are adequate. അണ്ടർലൈൻ ചെയ്തോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഭാഗം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്നാണ് എന്റെ ഒരു ഓർമ്മ. റൈറ്റ്? യെസ്, അതെ. ആ ഒരു സെന്റൻസ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്താണ് എന്താ പറയാ നമ്മളുടെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ടു ഇവാലുവേറ്റ്. ഇതും ഇവാലുവേഷൻ ആണ്, എല്ലാം ഇവാലുവേഷൻ അസസ്മെന്റ് തന്നെയാണ്. അതെന്താണ്? സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹെൽത്ത് കെയർ. അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംരക്ഷണം നൽകുന്ന ഓർഗനൈസേഷൻസിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ, ചില സവിശേഷതകള് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാം. ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാം, അതിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടോ, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദ ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള കുറെ ഫാക്ടേഴ്സ് കൂടി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കുറെ ഇന്റേണൽ മാത്രമല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പബ്ലിക്, അതായത് പുറത്തുള്ള പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില സവിശേഷതകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരും. ഓക്കെ, മറ്റേതിനകത്ത് എന്താ, ഇന്റേണലിന് ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ആസ്പെക്ടുകളാണ്. ആ രണ്ട് എന്താ പറയാ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ രണ്ട് വേർഡും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏതാണ്? ഇന്റേണൽ ഓഡിറ്റിനകത്ത് എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾഡ് ആണ്, ആവശ്യത്തിന് നിയന്ത്രണാതീതമാണ്, അതുപോലെ തന്നെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നുള്ളത് ഉറപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ. അതാണ് എന്ന് വെച്ചാൽ അത് എന്താ പറയാ, അവിടെ വലിയ ക്രമക്കേടുകൾ വരാതെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലായിക്കോട്ടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഇല്ല എന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരു തരം ഓഡിറ്റിംഗ് ആണ് നടത്തുന്നത് ഇതിലെ ഇന്റേണലില്. അതേസമയം എക്സ്റ്റേണലിനകത്ത് വരുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അവിടെ കുറെ സവിശേഷതകളാണ്. ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നുണ്ടോ നമ്മളുടെ മറ്റ് പല കാര്യങ്ങളും ആക്ടിവിറ്റീസും എല്ലാം അവിടേക്ക് എത്തുന്നുണ്ടോ അത് പരിശോധിക്കലാണ്. അത്തരം ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിക്കലാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്, വിച്ച് ഈസ് ഓൾസോ ബിയോണ്ട് ദ ഇന്റേണൽ. അതായത് ഇന്റേണൽ അല്ല, അതിനകത്ത് പുറത്ത് ഹോസ്പിറ്റലിന് പുറത്തുള്ള കാര്യങ്ങളും ഘടകങ്ങളും ഇതിന് റിലേറ്റഡ് ആയിട്ട് വരും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ. ക്ലിയർ ആണോ? എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് വരെയുള്ള ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആർ ടു യൂസ്ഡ് ടു ഇവാലുവേറ്റ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ health care providing organization against a specified standards. അണ്ടർലൈൻ ചെയ്തോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അണ്ടർലൈൻ ചെയ്ത് തരുന്നത്. ബിക്കോസ് ഈ ഒരു ചാപ്റ്റർ അങ്ങനത്തേതാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് കുറെ ഇങ്ങനെ ഓഡിറ്റിങ്ങുമായി എല്ലാം ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. ഹോസ്പിറ്റൽസിനകത്തുള്ള എവറിത്തിങ് ഷുഡ് ബി ഓഡിറ്റഡ്. അവിടെയെല്ലാം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഫൈനാൻഷ്യൽ പരമായിട്ടായിക്കോട്ടെ ഓപ്പറേഷണൽ സംബന്ധമായിട്ടുള്ളതായിക്കോട്ടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിക്കോട്ടെ പേഷ്യൻസിനെ കുറിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് ആയിക്കോട്ടെ വട്ടെവർ ഇറ്റ് മേ ബി, എന്തൊക്കെയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽസിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു മറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു, മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസിനെ അതിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് അറിയോ? ഒരുപാട് ആക്ടിവിറ്റീസ് ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്. മറ്റ് ഓർഗനൈസേഷൻസിലാണെങ്കിൽ എന്താ, അവർ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടു വെക്കുന്നു, അതിൽ നിന്ന് അവരുടെ പ്രോഫിറ്റുകൾ ഉൾപ്പെടുത്തി മറ്റുള്ളവർക്ക് അത് സെൽ ചെയ്യുന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിന് അകത്ത് നടക്കുന്നുള്ളൂ അല്ലെ. പർച്ചേസിങ്, സെല്ലിങ്, പിന്നെ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് രണ്ടും തമ്മിൽ കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന കുറച്ച് എന്താ പറയാ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ അല്ലെ. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, അത്രയും കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ഫാക്ടേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് മറ്റ് ഓർഗനൈസേഷൻസിൽ നടക്കുന്നുള്ളൂ. അതേസമയം ഹോസ്പിറ്റൽസിലായിക്കോട്ടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളെ ഇവാലുവേറ്റ് ചെയ്യണം, അവരവരുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നുണ്ടോ, ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്
അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് കറക്റ്റ് ആയിട്ട്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി അസസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡിങ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന്റെ പ്രത്യേകത. അണ്ടർലൈൻ ചെയ്തല്ലോ സെന്റൻസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ ഓഡിറ്റ് ആണ്. ഞാൻ ഇവിടുന്ന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ ആവശ്യമില്ലാത്ത കാർഡ് കയറി പോകേണ്ട ആവശ്യമില്ല. മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന് അവരവിടെ എഴുതി വെച്ചിട്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റെട്രോസ്പെക്ട് ത്രൂ സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് ഒരു ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന ഒരുപാട് മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനൊക്കെ വ്യക്തമായിട്ടും എന്താ പറയാ, നല്ല ക്ലിയർ ആയിട്ടും അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്ത്, ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പരിശോധിക്കുക അല്ലെ? പരിശോധിച്ചതിന് ശേഷം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വെച്ചാൽ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകളുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടില് ഒരു എന്താ പറയാ, ഏതൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വിലയിരുത്തുക. അതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഈച്ച് ആൻഡ് എവറി റെക്കോർഡ് ഷുഡ് ബി സ്ക്രൂട്ടിനൈസ്ഡ്. എന്തിനു വേണ്ടിയിട്ട്? അവര് ഈ പറയുന്ന രീതിയിൽ റെക്കോർഡ്സ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ റെക്കോർഡ്സ് എല്ലാം തന്നെ കൃത്യമാണോ, ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റുകളും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡഡ് ആണ് എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ മെഡിക്കൽ കെയർ ഇൻ റെട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നാമ്പുറം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമുക്ക് ഇവിടെ എന്റെ ഉദ്ദേശം മെഡിക്കൽ റെക്കോർഡ്സ് സ്ക്രൂട്ടിനൈസ് ചെയ്തതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നാണ്. ക്ലിയർ ആയോ? മെഡിക്കൽ റെക്കോർഡുകൾ സ്ക്രൂട്ടിനൈസ് ചെയ്തതിന്റെ, പരിശോധിച്ചതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മെഡിക്കൽ കെയറിനെ അസസ് ചെയ്യുക, അതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ആ സെന്റൻസുകൾ തന്നെ നമുക്ക് പഠിക്കാനും ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. കൂടുതൽ അപ്പുറത്തേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും വലിയ കാര്യമില്ല, വെറുതെ നമ്മളുടെ സമയം നീളുന്നു മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തുനിന്ന് കിട്ടാനില്ല. അപ്പൊ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച ആളുകളോട് എന്തായിരിക്കും മെഡിക്കൽ ഓഡിറ്റ്? അപ്പൊ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ എന്താ പറയാ, മെഡിക്കൽ കെയർ കൊടുത്തിരിക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുക. അതാണ് മെഡിക്കൽ ഓഡിറ്റ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്തെങ്കിലും ആ ഒരു സെന്റൻസ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ലോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന്. എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, ഓഡിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ആ ടേമുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അണ്ടർലൈൻ ചെയ്തോ? ഇനി ഇതെങ്ങനെയാണ് അപ്പൊ ഈ മെഡിക്കൽ ഓഡിറ്റിംഗ് നടത്തേണ്ടത്? ഒരു എന്താ പറയാ, മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ക്ലിനിക്കൽ പെർഫോമൻസുകളും, ഹോസ്പിറ്റൽസിൽ നടക്കുന്ന ഓരോ പെർഫോമൻസും, അതായത് ഓരോ പ്രാക്ടീഷണേഴ്സും, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയൊക്കെ ഓരോ പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരിക്കും, ഡോക്ടേഴ്സും മറ്റു ഫിസിഷ്യൻസും, അതുപോലെ തന്നെ എന്താ പറയാ നഴ്സിംഗ് സ്റ്റാഫുകളും അല്ലെ, പാരാമെഡിക്കൽ സ്റ്റാഫ്സും ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. ഇവരെല്ലാവരെയും ഈ എല്ലാ സ്റ്റാഫിനെയും എന്താക്കുക, മനസ്സിലാക്കുക, അവർ എക്സാമിൻ ചെയ്യുക, അവരുടെ പെർഫോമൻസുകളൊക്കെ ഒരു എന്താ പറയാ ഒരു കൃത്യമായ ഒരു മാനദണ്ഡത്തിൽ, ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് എല്ലാവരെയും എന്താ പറയാ അസസ് ചെയ്യുക. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്ത് അസസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ക്ലിയർ ആയിട്ട് നടത്തുക എന്നുള്ളതിന്റെ ഒരു പ്രോഗ്രാമിംഗ് ആണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്ലാൻഡ് പ്രോഗ്രാമിംഗ് ആണ്. എന്ന് വെച്ചാൽ വെറുതെ അങ്ങോട്ട് പോയിട്ട് അത് എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കലല്ല, ഒരു കൃത്യമായിട്ട് അടുക്കും ചിട്ടയുമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് നടത്തി ക്ലിയർലി മോണിറ്റേഴ്സ് ആൻഡ് ഇവാലുവേറ്റ്സ് ദ ക്ലിനിക്കൽ പെർഫോമൻസ് ഓഫ് ഓൾ പ്രാക്ടീഷണേഴ്സ്. എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെയും ക്ലിനിക്കൽ ആയിട്ടുള്ള പെർഫോമൻസ് അവർ, പിന്നെ മാത്രമല്ല റെക്കോർഡഡ് ബൈ ക്വാളിഫൈഡ് പ്രൊഫഷണൽ സ്റ്റാഫ്സ്, അതായത് അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും റെക്കോർഡ്സ് ഉണ്ട്. അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, സ്റ്റാഫുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ അതൊക്കെ നോക്കുക, എക്സാമിൻ ചെയ്യുക, വെരിഫൈ ചെയ്യുക. ആൻഡ് ഓൾസോ ഇതെല്ലാം വെരിഫൈ ചെയ്ത് അവരുടെ ആ പ്രത്യേക മാനദണ്ഡത്തിൽ, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതാണ് മാനദണ്ഡം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ഒരു പ്രോഗ്രാമിംഗ് നടത്തുന്നതാണ് എന്തെന്ന് വിളിക്കാം, നമുക്ക് മെഡിക്കൽ ഓഡിറ്റ് എന്ന് വിളിക്കാം. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന് ഉള്ള ആ സെന്റൻസ് ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ബാക്കി നിങ്ങൾ അത് മനസ്സിലാക്കുക, അതെന്താണെന്ന് അതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാ. ഈ വാല്യുവേഷൻ അസസ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്ന്. അസസ്മെന്റ് ചെയ്യുന്നത് ഒരു പ്ലാനിങ്ങിലൂടെയാണ്, ഒരു പ്ലാൻഡ് പ്രോഗ്രാം തന്നെയാണ്. ഓരോ പ്രാക്ടീഷണേഴ്സും അവരുടെ പെർഫോമൻസ് മാത്രമല്ല ഓരോ മെഡിക്കൽ സ്റ്റാഫുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് അതെല്ലാം ആ പെർഫോമൻസുകളൊക്കെ അളക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ?
മനസ്സിലായോ? ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്തില്ലേ? നെക്സ്റ്റ് അടുത്തത് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ ഓഡിറ്റ് ആണ്, അടുത്തത് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ഇറ്റ് കവേഴ്സ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലിനിക്കൽ കെയർ, അതായത് ഡോക്ടർമാർ കൊടുക്കുന്ന കെയറിംഗ് ആണ്. വിച്ച് ഇൻക്ലൂഡ്സ് പ്രൊവൈഡഡ് ബൈ നഴ്സ് ആൻഡ് ഓൾസോ പാരാമെഡിക്കൽ സ്റ്റാഫ്, അതായത് ഡോക്ടേഴ്സും നഴ്സുമാരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അതായത് നഴ്സിംഗ് അല്ലാതെ ബാക്കി എന്താ പറയാ കൂടുതലായിട്ട് അനസ്തേഷ്യക്ക് മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാകാം അല്ലെ. എന്താ പറയാ വേറെ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൂടുതൽ ജോലിക്കാരെ ആവശ്യമുണ്ട്. നഴ്സിംഗ് മാത്രമല്ല, ഓരോ പ്രത്യേക മേഖലകളിൽ ഓരോ നഴ്സസും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസിലേക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ കാർഡിയോളജി, കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ എന്താണ് അവിടെ ആ ടെക്നിക്കൽ ആയിട്ടുള്ള വിഭാഗം, അവിടുത്തെ എന്താ പറയാ മെഷീൻസ് പ്രവർത്തിപ്പിക്കാനായിരിക്കാം, ടെക്നിക്കൽ വിഭാഗം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു വിഭാഗം. അപ്പൊ അങ്ങനെ എന്താ പറയാ നഴ്സ് അല്ലാതെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അവരെയാണ് നമ്മൾ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് എന്ന് വിളിക്കാം. അപ്പൊ അവരും അതുപോലെ തന്നെ സ്റ്റാഫ് എല്ലാവരും കൂടി കൊടുക്കുന്ന അവരുടെയൊക്കെ ക്ലിനിക്കൽ കെയർ എത്രത്തോളം ഉണ്ട്, അതാണ് ക്ലിനിക്കൽ ഓഡിറ്റിനകത്ത് വരിക. അതായത് അവര് ശുശ്രൂഷിക്കില്ലേ, രോഗികളെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട. മറ്റേത് എല്ലാ ഓഡിറ്റിങ്ങും വരും, എല്ലായിടത്തും ഓഡിറ്റിംഗ് ഉണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ സ്റ്റാഫ്സ് അതുപോലെ നഴ്സിംഗ് സ്റ്റാഫ്, പ്രാക്ടീഷണേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കെയറിംഗ് ആണ് എന്തിനകത്ത് വരിക, ക്ലിനിക്കൽ ഓഡിറ്റ്. അതെല്ലാം അസസ് ചെയ്യുക, അവിടെയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ വൃത്തിയായിട്ടാണോ കൊടുക്കുന്നത്, ക്വാളിറ്റി സർവീസസ് തന്നെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നഴ്സസ് ഒക്കെ ഒരു ഏതെങ്കിലും പേഷ്യൻസിനോട് എന്താ പറയാ ഏതെങ്കിലും അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണോ പെരുമാറുക. ചിലപ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഭയങ്കര ദേഷ്യമോ സങ്കടമൊക്കെ ഇരിക്കുമ്പോ ആ രീതിയിൽ പേഷ്യൻസിനോട് റിയാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എവറി ടൈം, ഈച്ച് ആൻഡ് എവറി ടൈം അവരെല്ലാം എപ്പോഴും ഒരു പ്ലീസിങ് മാനറിലായിരിക്കണം. കാരണം തന്റെ മുന്നിലിരിക്കുന്ന പേഷ്യൻസിനോട് നമുക്ക് നമ്മളുടെ എന്താ പറയാ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവരോട് കാണിക്കാൻ പാടില്ല. അത് ദുഃഖമായിക്കോട്ടെ ദേഷ്യം ആയിക്കോട്ടെ അതൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ല. ഓൾവേസ് പ്ലസന്റ് ഒരു സ്മൈലോട് കൂടി തന്നെ ഒരു പേഷ്യൻസിനെയൊക്കെ സമീപിക്കുന്നതായിരിക്കും അല്ലെ. വളരെ പേഷ്യന്റുകളോട് വളരെ പേഷ്യൻസിനോട് കൂടിയായിരിക്കണം നമുക്ക് പെരുമാറേണ്ടത്. ഓക്കെ, അതെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിഭാഗക്കാരും ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓഡിറ്റ് ചെയ്യുക. അത്തരം ക്ലിനിക്കൽ കെയറുകൾ മാത്രം ഓഡിറ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, പറയുന്ന സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അത് പഠിക്കുക കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഇനി അപ്പൊ ഇത് എന്തിനായിരിക്കാം ഈ ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇറ്റ് ഈസ് ടു ഇംപ്രൂവ് ദ പ്രോസസ് ദാറ്റ് ട്രൈസ് ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ. തീർച്ചയായിട്ടും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ അവർ കൊടുക്കുന്ന കെയറിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ. കൂടുതൽ കെയർ ചെയ്യാം. കാരണം ഇത് നമ്മളെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങളാണ്, നമ്മളെല്ലാം വിലയിരുത്തുന്നുണ്ട്. നമുക്ക് എന്താ പറയാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവർക്ക് ബോധ്യമുണ്ട് ഓരോ സ്റ്റാഫിനും. അതായത് നഴ്സസ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും. അപ്പൊ ആ ഹെൽത്ത് കെയർ ടീമിന് അവർക്ക് ഒരു ക്ലിയർ കട്ട് ക്രൈറ്റീരിയ ഉണ്ട്, ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഞങ്ങൾ എത്തണം. ആൻഡ് ഇഫ് ദേ ആർ നോട്ട് റീച്ചിങ് ടു ദാറ്റ് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ദേ ക്യാൻ മേക്ക് ചേഞ്ചസ് ഓർ ദേ ക്യാൻ ഇംപ്ലിമെന്റ് ചേഞ്ചസ്. എന്തെങ്കിലും സ്റ്റാൻഡേർഡ് എത്താൻ പറ്റുന്നില്ല എങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാകാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഓർ എൻഹാൻസ് പേഷ്യന്റ് കെയർ. തീർച്ചയായിട്ടും എന്താ പറയാ അവിടെ വരുന്ന രോഗികളുടെ കെയറിംഗ് എന്ത് ചെയ്യാൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ആ സെന്റൻസ് പറയുന്നത്. ക്ലിയർ ആണോ സെന്റൻസ്? അതിനകത്ത് നിങ്ങൾ ആ പഠിക്കാനുള്ളത് ഞാൻ മാർക്ക് ചെയ്ത മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ് ആ കുത്തിട്ടേക്കണ സെന്റൻസ്, അതുപോലെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നതും ആ കുത്തിട്ടിരിക്കുന്നതിന്റെ നേരെയുള്ള സെന്റൻസ് പഠിക്കേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് തൊട്ടടുത്ത രണ്ടിലും ആ കുഞ്ഞു പാരഗ്രാഫ് പറയുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചു വെച്ചേക്കാം. ക്ലിയർ? മനസ്സിലായോ? യെസ്, ഓക്കെ. അടുത്തത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് ആണ്. ഓർഗനൈസേഷണൽ സംരംഭപരമായിട്ടുള്ള ഓഡിറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഓവറോൾ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും? അപ്പോയിന്റ്മെന്റ്, ആ വിഭാഗം എന്ന് വെച്ചാൽ നമ്മളുടെ OP വിഭാഗത്തില് പേഷ്യൻസ് വരുന്നു, അവരെ അപ്പോയിന്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒത്തിരി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരും. പോളിസീസ്,
ഒരു ഹോസ്പിറ്റലിന്റെ അതിൻ്റെതായ രീതിയിലുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്, ഇതൊക്കെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനും പ്രവർത്തിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയുക ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ അവിടെ എല്ലാ സിസ്റ്റംസും അവിടുത്തെ പോളിസീസ്, പ്രാക്ടീസ് എല്ലാം തന്നെ കവർ ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ അവരൊരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ഹോസ്പിറ്റൽസിന് മാത്രമല്ല, ഏത് ഓർഗനൈസേഷനും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിന്റെ ലെവലിലേക്ക് എത്താൻ ഏത് വിഭാഗമായാലും അവിടേക്ക് എത്തണം, അല്ലെങ്കിൽ അതിന്റെ എബവ് കയറണം. താഴെ പോകാൻ പറ്റില്ല. താഴെ പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഗുഡ് വില്ലിനെ ബാധിക്കും, തീർച്ചയായിട്ടും അവരുടെ സൽപ്പേരിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഓൾ ഓർഗനൈസേഷൻസ് ഹാവ് ടു റീച്ച് ഇറ്റ്സ് സ്റ്റാൻഡേർഡ്. തീർച്ചയായിട്ടും എല്ലാ ഓർഗനൈസേഷൻസും അവരുടെ ആ നിലവാരത്തിലേക്ക്, അവർ ഉന്നയിച്ചു വെച്ചിരിക്കുന്ന നിലവാരത്തിലേക്ക് എന്താ പറയുക എത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്റിംഗ് വളരെ മസ്റ്റ് ആണ്. ഓഡിറ്റിംഗ് കൂടാതെ നമുക്ക് ഈ പറയുന്ന നിലവാരത്തിലേക്ക് എല്ലാത്തിനും എത്താൻ പറ്റില്ല. അപ്പൊ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പ്രാക്ടീസ് ലൈക്ക്, അതായത് പല രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കലാണ്. എങ്ങനെയുള്ളത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ കൺസിഡേർഡ് ആസ് പ്രൈമറി അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. അതായത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവിടുത്തെ പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെ. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കലാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഓരോന്നും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രത്യേകം വേർതിരിച്ച് കാണിക്കുന്ന ഓരോ പോയിന്റുകൾ, ഓരോ വേർഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൽ പിടിച്ച് പഠിക്കാം. ഓക്കെ, അതിൽ പിടിച്ച് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് ക്ലിയർ ആവില്ല. എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. ചിലപ്പോൾ അങ്ങനത്തെ ആ ഒരു ടോപ്പിക് കേട്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആകും. അല്ലാത്തവര് നിങ്ങൾ ആ ഒരു വേർഡ് ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള ഓഡിറ്റിംഗ്, അസസ്മെന്റ്, ഇവാലുവേഷൻ എല്ലാ വിഭാഗത്തെയും മൊത്തത്തിൽ അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക, വിലയിരുത്തുക. വിലയിരുത്തണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേണം, അതുകൂടി ഓർക്കുക. ഒരു സ്റ്റാൻഡേർഡ്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളെയും വിലയിരുത്തണമെങ്കിൽ അത് ഭയങ്കര മോശമായിപ്പോയി, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തു, അത് മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെ. നമ്മളിപ്പോ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിലയിരുത്തും അല്ലെ. അവരിപ്പോ കൊണ്ടുവരുന്ന മാർക്ക് ഇത് തീരെ കുറഞ്ഞു പോയില്ല. സോ നമുക്കറിയാം ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്. നമ്മളുടെ കുട്ടിക്കുള്ള ഒരു എന്താ പറയാ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ അവൻ ആ രീതിയിലേക്ക് എത്തുന്നില്ല എങ്കിൽ അവൻ ഉഴപ്പി, അത് കഴിവില്ലാത്തവനല്ല. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്തതുകൊണ്ടാണ് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. അതുപോലെ തന്നെ എവിടെയാണെങ്കിലും ഇവാലുവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അസസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വി ക്യാൻ ചേഞ്ച്. അത് നമ്മളുടെ ആ ഫോളോ ചെയ്ത പാറ്റേൺ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങനെ എത്തിയില്ലെങ്കിൽ ആ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. സമയം നമുക്ക് ഇതിവിടേക്ക് മാറ്റം വരുത്തി നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഓക്കെ, ഓർഗനൈസേഷൻ ഓഡിറ്റ് മനസ്സിലായോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാം തന്നെ എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി നമ്മൾ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്? ഡയറക്റ്റ് ഒബ്സർവേഷൻ, നേരിട്ട് ചെന്ന് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഓഡിറ്റിംഗ് നടത്താം. ചെക്ക് ലിസ്റ്റ്, പല കാര്യങ്ങളുടെയും ലിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ലിസ്റ്റുകൾ നോക്കിയിട്ട് നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ഡോക്യുമെന്റ്സ്, റെക്കോർഡുകൾ ഇത് നോക്കിയും ഓഡിറ്റിംഗ് നടത്താം. ഏതൊക്കെ രീതിയിൽ നടത്താൻ പറ്റുമെന്ന്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റിംഗ് നടത്തേണ്ടത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ അസ്യൂം ചെയ്തതല്ല. വ്യക്തമായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം അല്ലെ. അപ്പൊ എവിടെയെങ്കിലും അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ തപ്പി പരിശോധിച്ചൊക്കെ എടുക്കണം. അപ്പൊ നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അസസ്മെന്റ് ആകാം, അത് ഓഡിറ്റിംഗ് ആണ്. ഏതെങ്കിലും ലിസ്റ്റുകൾ നോക്കിയിട്ടുള്ളതാകാം, റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ നോക്കിയിട്ടാകാം. ക്വസ്റ്റ്യനയേഴ്സ് എന്തിനായിരിക്കും? അത് ക്വസ്റ്റ്യനയറൊക്കെ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അത് ചോദ്യാവലിയാണ്. കുറെ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു എന്താ പറയാ ഫോമോ ഒക്കെ ഇട്ടിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ആൻസേഴ്സ് എന്താ പറയാ റിസീവ് ചെയ്ത് അതിന്റെ റിപ്ലൈ നോക്കിയിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതെങ്കിലും വിഭാഗം, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഫ്രണ്ട് ഓഫീസിന്റെ അടുത്തൊക്കെ ചില ബുക്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസസോ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളുടെ കമന്റ്സ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു. പല ഓർഗനൈസേഷനും ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ എന്താ പറയാ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് കമന്റുകളായിട്ട് നമുക്ക് അവിടെ രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യമാണ്. അപ്പൊ അത് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മളുടെ വ്യക്തമായ കാര്യങ്ങൾ എഴുതാം.
നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, നമുക്ക് എന്താ പറയാ വളരെയധികം ഇഷ്ടപ്പെട്ടോ, അല്ലെ, ഏതെങ്കിലും വിഭാഗത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ അതവിടെ എഴുതി ചേർക്കും. ചിലപ്പോ എന്താ പറയാ കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ സെയിൽസ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കസ്റ്റമർ സർവീസ് നമുക്ക് ഇഷ്ടമായില്ല. ഗുഡ്സ് ഒക്കെ ഓക്കെ, ക്വാളിറ്റി ഒക്കെ ഉള്ളതൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്ക് റീസണബിൾ റേറ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ കസ്റ്റമേഴ്സിനോടുള്ള ആ സർവീസ് ഇഷ്ടപ്പെട്ടില്ല. നമ്മളപ്പോ നമ്മളുടെ പോസിറ്റീവ്സ് ആയിട്ടുള്ളതും നെഗറ്റീവ്സ് ആയിട്ടുള്ള കമന്റുകൾ നമുക്ക് രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യമാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ നമുക്ക് രേഖപ്പെടുത്താനും നമ്മളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു കാര്യമാണ്. അത് ഹോസ്പിറ്റൽസിലും ഇന്ന് പല സ്ഥലങ്ങളിലും വെക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ചോദ്യങ്ങളായിട്ടായിരിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പൊ അത് നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ അസസ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഓഡിറ്റിങ്ങിന്റെ. പിന്നെ ഇന്റർവ്യൂസിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ചോദിച്ച് പേഴ്സണലായിട്ട് കുറച്ച് ആളുകളെയൊക്കെ കണ്ടിട്ട് ഇന്റർവ്യൂസിലൂടെയും നമുക്ക് ഓഡിറ്റിംഗ് നടത്താൻ പറ്റും. ക്ലിനിക്കൽ കേസ് റിവ്യൂ, ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിനെയൊക്കെ ചെക്ക് ചെയ്തതിന്റെ ഒക്കെ ആ കേസ് റിവ്യൂ ഒക്കെ എടുക്കുക, കേസസ് ഒക്കെ വന്നതിന്റെ ഒക്കെ അതൊക്കെ നോക്കി അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ മെത്തേഡ്സ് ഓഫ് ഓഡിറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ മെത്തേഡാണ്? 6 മെത്തേഡുകളുണ്ട് ഓഡിറ്റിങ്ങിന്. ആ മെത്തേഡുകൾ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. ഡയറക്റ്റ് ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനയേഴ്സ്, ഇന്റർവ്യൂസ്, ക്ലിനിക്കൽ കേസ് റിവ്യൂ. ആ പോയിന്റുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഏതൊക്കെ മെത്തേഡുകളാണ് ഓഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന്. ടിക്കറ്റോ ഈ ടിക്കറ്റാനും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ തോന്നുന്നത് അടയാളപ്പെടുത്തി വെക്കാട്ടാ. ഓക്കെ, യെസ്. അടുത്തത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ഓഡിറ്റിംഗ്, ക്ലിനിക്കൽ ഓഡിറ്റ് എത്ര രീതിയിലുണ്ടെന്നാണ്. 2 രീതിയിലാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഉള്ളത്. അത് എഴുതുന്നതിനും പറയുന്നതിന് മുമ്പ് ഞാൻ അതിനകത്തുള്ള ഒരു തെറ്റൊന്ന് തെറ്റി വെക്കട്ടെ. ഒന്ന് കൺകറന്റ് ഓഡിറ്റും മറ്റൊന്ന് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റുമാണ് കേട്ടോ. കൺകറന്റ് ഓഡിറ്റ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ്. അതിനകത്ത് എന്താ തെറ്റെന്ന് പറയട്ടെ. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് എന്നാണ് കേട്ടോ. ടേക്കിംഗ് സ്പീഡ് എന്നൊക്കെയാണ് തോന്നുന്നത് അവിടെ എഴുതിയേക്കണം. അതൊന്ന് മാറ്റി അവിടെ ഒന്ന് എഴുതാമോ തിരിച്ച്? കൺകറന്റ് കെയർ ഓഡിറ്റ് ഈസ് കെയർ അസസ്ഡ് അറ്റ് ദ ടൈം വരെ വളരെ ശരിയാണ്. ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് ആണ്, ടേക്കിംഗ് സ്പീഡ് അല്ല, ടേക്കൺ പ്ലേസ്. കൺകറന്റ് ഓഡിറ്റ് അതായത് ആ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ നടത്തുന്ന ഓഡിറ്റിങ്ങിനെയാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് വിളിക്കുക. അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്, അതായത് എപ്പോഴാണോ എന്തെങ്കിലും ഒരു കാര്യം നടക്കുക ആ സമയത്ത് തന്നെ നടത്തുന്ന എന്താണ് ഓഡിറ്റിങ്ങിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ എന്തെങ്കിലും എന്താ പറയാ ചില പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിങ്ങിന്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ വരിക. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്താനുണ്ടെങ്കിൽ ആ പ്രത്യേക ടൈമിൽ തന്നെ വെൻ ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്, എപ്പോഴാണോ ആ സംഭവം നടക്കുന്നത് ആ സമയത്ത് തന്നെ ഓഡിറ്റിംഗ് നടത്തുക, അസസ് ചെയ്യുക, വിലയിരുത്തുക. ചെയ്തത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ, അവരുടെ സ്റ്റാൻഡേർഡിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത് എന്ന് വിലയിരുത്തലാണ് ആ സമയത്ത് തന്നെ നടത്തുന്ന ഓഡിറ്റിംഗ് ആണ് എന്ന് വിളിക്കുക കൺകറന്റ് ഓഡിറ്റ്. ഓഡിറ്റിംഗ് കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് ഓർ ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് എന്ന് മതി. ടേക്കിംഗ് സ്പീഡ് അല്ല, സ്പീഡ് വെട്ടിക്കളയാ, ടേക്കൺ പ്ലേസ് ആണ്. എഴുതിയോ എല്ലാവരും? അത് അണ്ടർലൈൻ ചെയ്യണം. ഇനി എന്താണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റഡ് ത്രൂ ദ കംപ്ലീറ്റഡ് റെക്കോർഡ്സ്. അതായത് അത്തരം ഓഡിറ്റിംഗ് നടത്തുന്നത് എന്തായിരിക്കും, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ അസസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് വിലയിരുത്തിയിട്ടാണ്. റെക്കോർഡുകൾ നോക്കിയിട്ട് അതായത് നേരത്തെ കഴിഞ്ഞു പോയി അത് റെക്കോർഡായി മാറി. മറ്റേതെന്താ, ഏതെങ്കിലും ഒരു സംഭവം ആ ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് നടത്തുന്ന ഓഡിറ്റിംഗ് ആണ്. അതേസമയം റെക്കോർഡ്സിൽ നിന്നൊക്കെ നോക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അതിന് റേറ്റിംഗ് കൊടുക്കുക, റെക്കോർഡ്സ് നോക്കി വിലയിരുത്തുന്നതാണ് എന്ന് വിളിക്കുക റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് വിളിക്കുക. ഫ്രം ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റെക്കോർഡ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നടത്തുന്ന അസസ്മെന്റ് ഓഡിറ്റിംഗ്, അത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്നും. മറ്റേത് എപ്പോഴാണോ എന്തെങ്കിലും ഒരു കാര്യം നടക്കുക ആ സമയത്ത് തന്നെ നടത്തുന്ന ഓഡിറ്റിങ്ങിനെയാണ് കൺകറന്റ് ഓഡിറ്റിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, കൺകറന്റ് ഓഡിറ്റ് കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് എന്നാക്കുക.
ടേക്കിംഗ് സ്പീഡ് വെട്ടിയിട്ട് അതിന് മുകളിൽ അങ്ങോട്ട് ടേക്കൺ പ്ലേസ് ഉണ്ടാക്കുക. എപ്പോഴാണോ സംഭവം ഉണ്ടാകുക ആ സമയത്തുള്ള വിലയിരുത്തലാണ്. അതാണ് ഇപ്പൊ ഈ എന്താ പറയാ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഇതൊക്കെ നിങ്ങൾ പഠിച്ചില്ല, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ, അതൊക്കെ ആ സമയത്തെ നടന്നുവല്ലോ. ടേക്കൺ പ്ലേസ് എന്താ പറഞ്ഞേ, എനിക്ക് ക്ലിയർ ആയില്ലല്ലോ. എന്താണ് ജെസ്സി ചോദിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇല്ലേ ഈ സ്പില്ലേജ് ഒക്കെ വന്നു കഴിയുമ്പോ ഇപ്പൊ കുറച്ച് ഭയങ്കര എന്താ പറയാ കെമിക്കൽ സ്പില്ലേജ് ഒക്കെ എന്ന് പറയുന്നത് ഇച്ചിരി ഭയാനകമാണ് അല്ലെ, മാരകമായ ഒരു സ്പില്ലേജ് ആണ്. അപ്പൊ അതൊക്കെ നടന്നു കഴിയുമ്പോൾ അത് എത്രത്തോളമുള്ള സ്പില്ലേജ് ആണെന്നൊക്കെ വന്ന് നോക്കി അസസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് എന്ത് കാര്യങ്ങളാണ് സൊല്യൂഷൻ ആയിട്ട് അവർ ചെയ്തത്, അത് കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയില്ലേ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്പൊ തന്നെ നടത്തുന്ന ഓഡിറ്റിംഗ് ആണ്. കൃത്യമായിട്ടെല്ലാം ചെയ്തു, ആ കെമിക്കൽ ഓഡിറ്റ് സ്പില്ലേജ് മെർക്കുറി ഒക്കെ സ്പില്ല് ചെയ്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഗ്യാസുകളൊക്കെ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാവ് ബീൻ ഡൺ, എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്ത് ചെയ്തു, അതൊക്കെ ചിലപ്പോൾ വന്ന് നോക്കി വിലയിരുത്തും. അപ്പൊ അത് വിലയിരുത്തുമ്പോ എന്നിട്ടാണ് പിന്നീട് അത് റെക്കോർഡാക്കി മാറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നോക്കുമ്പോ അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ആർക്കും യാതൊരു തരത്തിലുള്ള എന്താ പറയാ ആക്സിഡന്റുകളോ അതോടൊപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് കൺഫേം ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ അതിന്റെ ആ കെയറിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ എപ്പോഴാണോ നടക്കുന്നത് അപ്പൊ തന്നെ നടത്തുന്ന ഓഡിറ്റ് ആണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സുകൾ സ്ക്രൂട്ടിനൈസ് ചെയ്ത് വിലയിരുത്തി അസസ് ചെയ്യുന്നതാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ട് മനസ്സിലായോ? രണ്ട് രീതിയിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്, കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. അണ്ടർലൈൻ ചെയ്യണേ രണ്ടും. ഓക്കെ, ഇനി അടുത്തത് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്തിനാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റിംഗ് നടത്തുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന്റെ നോക്കാം നമുക്ക്. പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഇറ്റ് ഈസ് നീഡ്ഫുൾ അല്ലെങ്കിൽ എസെൻഷ്യൽ ടു ഒബ്റ്റെയിൻ ബേസ് ലൈൻ ഇൻഫർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. അതായത് ഓരോ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും. ഭാവിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതിലൂടെ പറ്റുള്ളൂ, അസസ്മെന്റിലൂടെ പറ്റുള്ളൂ. ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വിലയിരുത്തിയാൽ മാത്രമാണ് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ, പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അസസ്മെന്റ് വേണ്ടേ, ഓഡിറ്റിംഗ് വേണ്ടേ. അപ്പൊ നമുക്ക് ഒരു ബേസ് ലൈൻ ഇൻഫർമേഷൻ കിട്ടും. എന്താ ബേസ് ലൈൻ? ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നമ്മളും ബേസ് ലൈൻ നേരത്തെ പഠിച്ചിട്ടുണ്ടോ, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഫ്യൂച്ചർ പ്ലാനിങ്സ് നടത്തുക. അപ്പൊ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ അച്ചീവ്മെന്റുകൾ, ഇനി നമ്മൾ എന്താണോ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നേരത്തെ കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഓഡിറ്റിംഗ്, ക്ലിനിക്കൽ ഓഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നെസസറി ആണ്. നീഡ്ഫുൾ മീൻസ് നെസസറി എന്നാണ് അർത്ഥം. ഓക്കെ, അത് വേറെ വേർഡ് വന്നേക്കുന്നതാന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഫോർ ദ കമ്പാരിസൺ ഓഫ് പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവ് ദ സർവീസസ്. ഏതെങ്കിലുമൊക്കെ മേഖലകളിലെ സേവനങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണോ എന്നത് വിലയിരുത്താനും നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്തേ മതിയാകൂ. ഏത് മേഖലകളിലാണോ, ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ, അതൊക്കെ കമ്പയർ ചെയ്താലേ നമുക്ക് ഇംപ്രൂവ്മെന്റ് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇംപ്രൂവ് ചെയ്യാനുള്ള കമ്പാരിസൺ വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് വേണമെന്ന് നമുക്ക് എങ്ങനെ തോന്നാം, പോരായ്മയുണ്ടെന്ന് എങ്ങനെ തോന്നാം, നേരത്തെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് വി ക്യാൻ ഇംപ്രൂവ്, നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ പറ്റും? വെറുതെ ഒരേ ഇനി കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്ന വെറുതെ പറയലാണോ? അല്ല, നമ്മൾ വെറുതെ കമ്പയർ ചെയ്ത് നോക്കും, താരതമ്യം ചെയ്ത് നോക്കും എവിടെയെങ്കിലും ആയിട്ട്. അപ്പൊ നമുക്ക് വി ക്യാൻ അച്ചീവ് മോർ റിസൾട്ട്, നല്ല നല്ല റിസൾട്ടുകൾ നമുക്ക് കൂടുതൽ നേടാൻ പറ്റുന്ന നമുക്ക് ബോധ്യമാകുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിലൊക്കെ ബേസ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും അതിനും ഓഡിറ്റിംഗ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഇറ്റ് ഈസ് റെഗുലേറ്ററി ദാറ്റ് എൻഷുവേഴ്സ് ഫുൾ ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാഫ് ആൻഡ് ഫെസിലിറ്റീസ് അവൈലബിൾ. ഓഡിറ്റിങ്ങിലൂടെ അവിടെയുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാ സ്റ്റാഫിനെയും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് വിലയിരുത്താനും പറ്റും. ഏതെങ്കിലുമൊക്കെ സ്റ്റാഫുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒതുങ്ങി കൂടിയിരുന്ന് ഉഴപ്പി അവരുടെ സമയം എന്താ പറയാ പാഴാക്കി കളയുന്നുണ്ടോ, എല്ലാവരെയും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓഡിറ്റിംഗ് ഇല്ലെങ്കിൽ പലരും ഇതുപോലെയൊക്കെ എല്ലാ സ്ഥാപനങ്ങളിലും അതെ, ഒരുപാട് എന്താ പറയാ വലിയ ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നതാണ് പല പല ഭാഗങ്ങളിലായിട്ട്. അപ്പൊ ആരും നോക്കാനും അന്വേഷിക്കാനും അക്സസ് ചെയ്യാനും ഒക്കെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും നമ്മൾ ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അവർ വെറുതെ രാവിലെ വൈകുന്നേരം വരെ വന്നിരുന്നിട്ട്
അതേ സമയം കളയായിരിക്കും. ഓക്കെ, കാരണം എന്താ, ഇത് ആരും നോക്കാനില്ല, ഞാനിപ്പോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരും കാണാനൊന്നും പോകുന്നില്ല, അറിയുന്നില്ല എന്നൊക്കെ അവർക്കൊരു തോന്നൽ വരും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, തീർച്ചയായും നമ്മൾ മടിയന്മാരായി മാറും അല്ലെ. നമ്മളാരും അന്വേഷിക്കുന്നില്ല, നമ്മള് ചെയ്യുന്നുണ്ടോ ജോലി, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിട്ട് പോകുകയാണോ എന്ന് ആരന്വേഷിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വിലയിരുത്താനും അസസ് ചെയ്യാനും നമുക്ക് ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെയൊക്കെ പരമാവധി അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും പറ്റും, അവിടുത്തെ സ്റ്റാഫ്സിനെയും പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും അസസ്മെന്റിലൂടെ. പിന്നെ എന്താ, നറേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രസന്റ് പെർഫോമൻസ്, ഇപ്പോഴുള്ള പെർഫോമൻസുകളൊക്കെ വിലയിരുത്താനും അത് മനസ്സിലാക്കാനൊക്കെ ക്ലിനിക്കൽ ഓഡിറ്റിംഗ് നടത്തിയാൽ മാത്രമാണ് സാധ്യമാകുള്ളൂ. ഡെവലപ്പിംഗ് ഒബ്വിയസ് സ്റ്റാൻഡേർഡ്സ്, പുതിയ പുതിയ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ വ്യക്തമായ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കാനായിട്ടും ഈ പറയുന്ന അസസ്മെന്റിലൂടെ പറ്റും. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തു, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തി. സോ വി ക്യാൻ ഇംപ്രൂവ് അവർ സ്റ്റാൻഡേർഡ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്നുകൂടി കുറച്ചുകൂടി ഹൈയിലേക്ക് ആക്കാൻ പറ്റും. എങ്ങനെ? കാരണം ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തി. നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്കൊന്നുകൂടി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വർദ്ധിക്കില്ല. ആൾക്കാരുടെ ഇൻകം കൂടുമ്പോൾ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിക്കും ഇല്ലേ? അങ്ങനെയല്ലേ? നമ്മള് പണ്ടൊക്കെ എന്താ പറയാ, വരുമാന മാർഗത്തിലായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ചും കൂടി വരുമാനം കൂടി, അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറൂലേ? നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാറും. ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്. ഇന്നത്തെ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻസും അതുപോലെ ഈ പറയുന്ന ഇങ്ങനെ ഈ ഒരു എന്താ പറയാ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ആളുകളിൽ വന്നിട്ടുണ്ട്. ആളുകൾ പണ്ട് സഞ്ചരിച്ചിരുന്ന രീതിയിലാണോ ഇന്ന് സഞ്ചരിക്കുന്നത് നോക്കുക നിങ്ങൾ. നമ്മളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓൾസോ ഇൻക്രീസസ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിത നിലവാരം വർദ്ധിക്കും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കി വെച്ചെടുത്ത് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി വിൽ ട്രൈ ടു എൻഹാൻസ് അവർ സ്റ്റാൻഡേർഡ്. തീർച്ചയായിട്ടും ആ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാൻ നോക്കുള്ളൂ നമ്മള്. ഇന്നത്തെ ഞാൻ ഈ പണ്ടത്തെ കാര്യമൊക്കെ നോക്കി ആലോചിക്കുക, ഞാൻ അങ്ങനെയാ ജീവിച്ചിരുന്നത്, ഞാൻ ഈ ഒരു രീതിയിലായിരുന്നു അല്ലെ? നമ്മുടെ പല സ്റ്റൈലും മാറും. നമ്മുടെ ഏതൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റൈലിൽ മാറ്റം വരും, നമ്മളുടെ എന്താ പറയാ മെന്റൽ ആയിട്ടുള്ള സ്റ്റൈലിൽ മാറ്റം വരും. ഒത്തിരി മാറ്റങ്ങൾ നമ്മളിൽ തന്നെ വരും. അപ്പൊ ഇത് ഓർഗനൈസേഷൻസിലും അതൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും സ്റ്റാൻഡേർഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. റെക്കമെൻഡ്സ് വാട്ട് റിക്വസ്റ്റ് ടു ബി ചേഞ്ച്, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ക്ലിനിക്കൽ ഓഡിറ്റിംഗ് നടത്തിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓഡിറ്റിംഗ് നടത്താണ്ട് എവിടെയാ മാറ്റം വരുത്തേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹെൽപ് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ ചേഞ്ച്, ഏതൊക്കെ റിസോഴ്സസിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യണം, മൂവ് ചെയ്യിപ്പിക്കണം. ഏതൊക്കെ റിസോഴ്സസിനെ, സ്റ്റാഫ്സിനെ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിസോഴ്സസ് നമുക്ക് പോരായ്മകൾ ഉണ്ടോ, അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനും അത് മൊബിലൈസ് ചെയ്യാനും ഓഡിറ്റിംഗിലൂടെ പറ്റും. മാത്രമല്ല അപ്രൈസസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്, നേരത്തെ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ പാസ്റ്റിലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് അപ്രൈസ് ചെയ്ത് അല്ലെങ്കിൽ അസസ് ചെയ്ത് ഇപ്പോഴുള്ള പ്രസന്റ് പെർഫോമൻസിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാനും ക്ലിനിക്കൽ ഓഡിറ്റിംഗിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഓഡിറ്റിംഗ് ഈസ് നെസസറി എന്ന് പറയാം നമുക്ക് ഏതില്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ. അവിടെയും എല്ലായിടത്തും ഓഡിറ്റിംഗ് വളരെ അത്യാവശ്യമാണ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? പറഞ്ഞോട്ടെ അടുത്തത്. ആ പോയിന്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കി ഒന്ന് വായിച്ചാൽ മതി. അതൊക്കെ ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഒരു ഹോസ്പിറ്റൽസിനെ വെച്ച് നോക്കുക നിങ്ങൾ. നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ ഓഡിറ്റിനെ കുറിച്ചിട്ടായതുകൊണ്ട് ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം അവിടെ പഠിക്കുക. ബാക്കി എല്ലാ ഓർഗനൈസേഷൻസിനെ വെച്ച് നോക്കണ്ട. കാരണം അവിടെ കണക്കുകൾ മാത്രമേ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകതയാണ്. ഇനി അടുത്തത് പ്രീ റിക്വസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. അടുത്തെന്താ? അതായത് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ട മുൻ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ പ്രീ റിക്വസിറ്റ് മീൻസ് അടിസ്ഥാനപരമായിട്ടൊരു ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന് വേണ്ട ചില വ്യവസ്ഥകൾ. അതില് കുറച്ച് തെറ്റുകളാണോ എനിക്കറിയില്ല, എന്താ അവിടെ സംഭവിച്ചേക്കണെന്ന്. ഒരു തിരുത്തലുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് വേറെ ആയിട്ട് എഴുതണമെന്നാണ് എനിക്ക് വേറെ ആയിട്ട് എഴുതണ്ടാ തോന്നുന്നത്. എവിടെയെങ്കിലും എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി, അത് ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി വേണം. ഒരു കഥ പോലെ ഞാനിങ്ങനെ അതിനെ കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ കിടക്കുന്നത് അതങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് ഇതെന്താണ് ഓരോ ഹെഡിങ്ങിൽ എന്തെങ്കിലും വന്നേക്കണേന്ന് നിങ്ങൾക്ക് തോന്നും. അത് വരാതിരിക്കാനാണ് പറയുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ട വ്യവസ്ഥ എന്താണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട കാര്യം? അതിലൊന്ന് ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ടും ഒരു മെഡിക്കൽ ഓഡിറ്റിന് വേണ്ട പ്രീ റിക്വസിറ്റ്. ക്ലിയർ ആയോ?
ആ സെന്റൻസിന് ആ പോയിന്റും അതിന്റെ ഹെഡിങ്ങുകളും തമ്മിലൊന്ന് കണക്ട് ചെയ്തപ്പോ കാര്യം മനസ്സിലായോ? അല്ലാതെ ക്ലിയർ ആവില്ല. വെറുതെ നമ്മൾ ടോപ്പിക്കിന്റെ ഹെഡിങ് വായിച്ചു നോക്കിയിട്ട് ഇത് എന്താന്ന് ഐഡിയ കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ട വ്യവസ്ഥകൾ എന്താണ്? പ്രധാനമായിട്ട് 2 വ്യവസ്ഥകളാണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടത്. ഒന്ന്, ഒരു നല്ല മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു 3-4-5 പേരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് കമ്മിറ്റി, അല്ലെ? പെരുന്നാൾ കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കമ്മിറ്റിയാണ് ഇവിടെയും ഒരു മെഡിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. അത് പിന്നെ മാത്രമല്ല ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ബേസിസിലാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു മെഡിക്കൽ റെക്കോർഡ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന, അറേഞ്ച് ചെയ്തിരിക്കുന്ന, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു മെഡിക്കൽ റെക്കോർഡും ഉണ്ടായിരിക്കണം. കാരണം അതിന്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ വേണ്ട അംഗങ്ങളുടെ കാര്യമുണ്ട് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് വേറെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നതായിരിക്കും. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് എഴുതാമോ? എഴുതാൻ എല്ലാവരുടെയും കയ്യിലും അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടോ? പെൻ ആൻഡ് പേപ്പർ ഉണ്ടോ? പേപ്പർ മീൻസ് നിങ്ങളുടെ നോട്ട് ഇതുപോലെയുള്ള PDF ആണെങ്കിൽ അതിന്റെ അപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മുകളിലോ എവിടെയെങ്കിലും മാർജിനിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുമോ? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, കാരണം അവിടെ കിടക്കുന്ന രീതിയിൽ മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലായില്ല, അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിലെ ആദ്യം വേണ്ട ആളാരാന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് എന്ന് പറയുന്നതിനകത്ത് ചെയർമാൻ ഉണ്ടായിരിക്കും. ആ ആള് ഈ പറയുന്ന കമ്മിറ്റിയിലെ ഒരംഗമാണ് ചെയർമാൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇട്ടിട്ട് അവിടെ ചെയർമാൻ എന്ന് എഴുതാം. ഏതെങ്കിലും അത് അങ്ങനെ എഴുതി വെക്കണം. ആളാണ് ചെയർമാൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്ന് ഒരാളുണ്ട്, ആള് ചെയർമാൻ ആണ്. ഇത് ഇങ്ങനെ എഴുതി വെക്കാം നിങ്ങൾ കേട്ടാ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എഴുതാ, ഒരു ഹൈഫൻ ഇട്ടിട്ട് ചെയർമാൻ എഴുതാ. കാണാൻ പറ്റുന്നുണ്ടോ? ഈ നോട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹൈഫൻ ഇടാ, ചെയർമാൻ. ഓക്കെ. അടുത്തത് ഓഫീസർ ഇൻചാർജ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ, ഒരു ഇൻചാർജ് ഓഫീസർ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ ഇൻചാർജ് ആള് മെമ്പർ സെക്രട്ടറി ആണ്. ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി. ഒരു ഹൈഫൻ ഇട്ടിട്ട് മെമ്പർ സെക്രട്ടറി എന്ന് എഴുതാം. അത് എഴുതിയപ്പോ എന്തോ കൂടിക്കൊഴിഞ്ഞു പോയോ എന്താണോ എനിക്കറിയില്ല. ബട്ട് ഇതാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതാണ് കേട്ടോ. എഴുതിയോ? ഓഫീസർ ഇൻചാർജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹൈഫൻ ഇടാം, മെമ്പർ സെക്രട്ടറി ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഹെഡ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഹെഡ് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഹെഡ് മെമ്പേഴ്സ് ആയിരിക്കും. ഹെഡ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. ഹെഡ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു സ്ട്രക്ചർ, ഒരു ഘടന. അതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത് ചെയർമാൻ ആണ് അവിടുത്തെ. അതുപോലെ തന്നെ ഓഫീസർ ഇൻചാർജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് ഓഫീസർ ആള് മെമ്പർ സെക്രട്ടറി ആണ്. ആൻഡ് ഓൾസോ ഹെഡ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഇതിലെ മെമ്പേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചർ പഠിച്ചു വെക്കണം. ആരാണ് ചെയർമാൻ, അതുപോലെ തന്നെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, മെമ്പർ സെക്രട്ടറി ആരാണെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയില്ലേ? ഈ സ്ട്രക്ചർ മാറ്റി നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയില്ലേ? ഓക്കെ. ഇനി എന്താ പ്രത്യേകത എന്നറിയോ? ഈ കമ്മിറ്റി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ കമ്മിറ്റി ഷുഡ് meet at once in a month or a fixed day. ഒരു കൃത്യമായി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു തീയതിയിൽ എല്ലാ മാസത്തിലും ഒരിക്കലും ഈ ഒരു കമ്മിറ്റി കൂടിയിരിക്കണം. കാരണം ഈ കമ്മിറ്റി കൂടിയിട്ടാണ് ഓഡിറ്റിങ്ങും ഒക്കെ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റുകൾ കൊണ്ടുവരണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിലേ കമ്മിറ്റി മാസം കൂടണം. 2 വർഷത്തിലേക്ക് വേണ്ടി നോക്കിയിട്ടരുത്. ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് കൂടിക്കുഴഞ്ഞ് മറിഞ്ഞു കിടക്കും. അതിനേക്കാൾ ഉപരി അതൊരു വൺസ് ഇൻ എ മന്ത്, ഒരു ഫിക്സഡ് ഡേറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് തോന്നിയ രീതിയിലല്ല. അവർക്ക് ഇഷ്ടാനുസരണം ഒന്നും മാറ്റാൻ പറ്റില്ല. ഇപ്പം മാസത്തിന്റെ ആദ്യത്തെ ബുധനാഴ്ചയെന്നോ വെള്ളിയാഴ്ചയെന്നോ അങ്ങനെയൊക്കെ ഒരു ഡേറ്റ് പറയുമല്ലോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡേറ്റ് ആയിരിക്കാം.
ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഓരോ കമ്മിറ്റി മെമ്പേഴ്സ് ഒക്കെ തമ്മിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി മീറ്റ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് മീറ്റ് once in a month. എല്ലാ ഫിക്സഡ് ഡേറ്റിലും ഒരു മാസത്തിൽ ഒരിക്കലും ഒരു ഡേ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റികൾ എന്ത് ചെയ്തിരിക്കണം, മീറ്റ് ചെയ്തിരിക്കണം, അവരുടെ മീറ്റിംഗ്സ് ഒക്കെ അടുപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ കമ്മിറ്റിയിലെ ഈ അംഗങ്ങളെല്ലാവരും അവിടെ അതിനകത്ത് പങ്കെടുത്തിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ്. അപ്പൊ പ്രീ റിക്വസിറ്റ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ സ്ട്രക്ചർ ആണ് നമ്മളിപ്പോ കണ്ടത്. ഈ കമ്മിറ്റി once in a month ഒരു ഫിക്സഡ് ഡേറ്റില് ഇവര് മീറ്റ് ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. ഒരു നല്ല ഒരു ഓർഗനൈസ് ചെയ്ത അറേഞ്ച് ചെയ്ത ഒരു മെഡിക്കൽ റെക്കോർഡ് വർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ കണക്കുകൾ, ഹോസ്പിറ്റലിന്റെ മറ്റ് റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റുകൾ, അവരുടെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓരോ റേറ്റ് ഏതൊക്കെ നിരക്കുകളാണ് എന്നുള്ളത്, പിന്നെ അവരുടെ അഡ്മിഷൻ ഡാറ്റ, ഇതെല്ലാമാണ് വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള കണക്കുകൾ, ഹോസ്പിറ്റലിന്റെ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ, ഇതെല്ലാമാണ് വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത് വരുന്നത്. കൃത്യമായ അറേഞ്ച് ചെയ്ത രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആയോ? അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ, പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു വ്യവസ്ഥകളാണ്: ഒന്ന്, ഒരു മെഡിക്കൽ കമ്മിറ്റി, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന്, മെഡിക്കൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. കമ്മിറ്റിയുടെ സ്ട്രക്ചർ പറഞ്ഞു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ ഈ പറയുന്ന വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ എന്തിനെയൊക്കെ സംബന്ധിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ചുരുക്കി പറഞ്ഞ ഈ ചാപ്റ്ററിൽ കുറച്ചധികം നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഞാൻ ആ വലിയ സാധനം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പർപ്പസ് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യമാണ്, വലിയ പാടൊന്നും ഇല്ല കേട്ടോ. അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല നമ്മൾ പറഞ്ഞത്, പക്ഷെ കുറച്ച് അധികം ഉണ്ട് ഇതിനകത്ത് പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ്, ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റിംഗിൽ നടക്കുന്നതെന്നാണ്. അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഓഡിറ്റിന് വേണ്ടി തയ്യാറാകണം, അല്ലെ? ഒരു മാനദണ്ഡം അതിനു വേണ്ടി സെലക്ട് ചെയ്യണം, സെലക്ടിങ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, സെലക്ഷൻസ് ഒക്കെ നടത്തി, മാനദണ്ഡമൊക്കെ സെലക്ട് ചെയ്തു. പെർഫോമൻസുകൾ നമ്മൾ അളക്കണം, അല്ലെ? എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെഷർ ചെയ്യണം. അതിനുശേഷം അത് മെഷർ ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണം. ആ ഇംപ്രൂവ്മെന്റുകൾ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കണം, നിലനിർത്താനായിട്ടും നമ്മൾ പരിശ്രമിക്കേണ്ടി വരും. അതുപോലെ തന്നെ വീണ്ടും അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഓഡിറ്റ് ചെയ്യണം, അസസ് ചെയ്യണം, റീ ഓഡിറ്റിംഗ് നടത്തണം. ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ്. അണ്ടർലൈൻ ചെയ്തൊക്കെ ഓരോന്നും: പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഓൾസോ റീ ഓഡിറ്റ്. നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ സ്റ്റേജസ് ആണ്, ഡിഫറെന്റ് ഘട്ടങ്ങളാണ്, സ്റ്റേജസ് ആണ്. തീരാറായി, തീർന്നു, പേടിക്കണ്ട. ഇനിയും കുറെ ഒന്നുമില്ല നമുക്കത്. ഇനി 2-3 ഡയഗ്രാംസ് ആണ്. ഈ ഡയഗ്രാം 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേഗം തന്നെ ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചോ. അത് എന്താ പറയാ, ആ സ്റ്റേജസ് ഓരോന്നും അവിടെ എന്താ പറയാ വീണ്ടും ഒന്നും കൂടി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. 6 സ്റ്റേജ് പറഞ്ഞില്ലേ നമ്മൾ: പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് ആൻഡ് റീ ഓഡിറ്റ്. അത് തന്നെ 3 ഇവിടെ ഒരു ഡയഗ്രാം രീതിയിലും ബാക്കിയുള്ള 3 ഇങ്ങനെ എന്താ പറയാ പോയിന്റ് ആയിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിനകത്ത് 2 പേജ് കൂടി ഉള്ളൂ നമുക്ക് എടുക്കാനായിട്ട്. ഓക്കെ, മതിയോ? ഇത്രയും എടുത്താൽ മതിയോ? അടുത്തേക്ക് പോണോ? നിങ്ങൾ പറയണ പോലെ ചെയ്യും. കാരണം എന്തായാലും ഞാൻ നാളെ ഇനി ഒന്ന് എടുക്കാൻ വേണ്ടി വരണം. എനിക്ക് എടുക്കാനായിട്ട് നാളത്തേക്ക് എന്തെങ്കിലും വേണ്ടേ? സാറിന്റെ അടുത്ത് എന്തായാലും ഞാൻ സാറിന്റെ ക്ലാസ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വന്നിരിക്കുമ്പോ എന്തെങ്കിലും ആ 1 മണിക്കൂർ പറയാൻ എനിക്ക് എന്തെങ്കിലും വേണ്ടേ? 2 പേജേ ഉള്ളൂ. എടുക്കണോ? വേണ്ടെങ്കിൽ കുഴപ്പമില്ല, നാളെ എടുക്കാം അല്ലേ? യെസ്, വെരി ഗുഡ്. അല്ലെങ്കിൽ നാളെ വളരെ കുറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ എടുത്ത് വാങ്ങിച്ച സമയം ഞാൻ വെറുതെ എനിക്ക് കളയേണ്ടി വരും അല്ലെ? അതാണ്, 1 മണിക്കൂർ ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പൊ പിന്നെ വെറുതെ സമയം ഇല്ലാണ്ട് വെറുതെ ആയിപ്പോ മിസ്യൂസ് ചെയ്യേണ്ടി വരും.